ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ പലതരം ബിരിയാണികൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ തന്നെ പല പല ജില്ലകളിലുള്ള ബിരിയാണികൾ എല്ലാം തന്നെ വ്യത്യസ്തമാണ്. പിന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള ബിരിയാണി, ഇപ്പൊ ഹൈദരാബാദി ബിരിയാണി അല്ലെങ്കിൽ മാംഗ്ലൂരിയൻ സ്റ്റൈൽ ബിരിയാണി എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ ആന്ധ്ര സ്റ്റൈൽ ബിരിയാണിയോ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പലർക്കും പല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ അതുകൂടാണ്ട് നമ്മളിങ്ങനെ പലതരം ബിരിയാണികൾ പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം തന്നെ ഇപ്പൊ ചിക്കൻ ആകാം, മട്ടൺ ആകാം, ഫിഷ് ആകാം, പ്രോൺസ് ആകാം, ഒക്കെ ആകാം, വെജിറ്റബിൾ ബിരിയാണി ഇതെല്ലാം ഉണ്ട്. എന്നാലും ഇപ്പൊ കാര്യങ്ങളെല്ലാം എന്താ പറയാ ഭയങ്കര വില കൂടിയിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒന്നും തന്നെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കണം എന്ന് തോന്നിയാൽ എന്താ ചെയ്യുക? എന്തെങ്കിലും കുറച്ച് വില കുറഞ്ഞ കാര്യങ്ങൾ വെച്ചും ബിരിയാണി ഉണ്ടാക്കണ്ടേ? ഇപ്പൊ വെജിറ്റബിൾ ബിരിയാണി ഓക്കെ, അല്ലാതെ നമ്മൾ നോൺ വെജ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ വില കുറഞ്ഞ കാര്യത്തിൽ എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കാം? അപ്പൊ നമ്മൾക്ക് ചുറ്റുമൊന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇപ്പൊ കൂട്ടത്തിൽ ഏറ്റവും വില കുറവ് മുട്ടയ്ക്കാണ്. മുട്ടയ്ക്ക് പഴയതിനെക്കാട്ടിലും വിലയുണ്ട്. എന്നാൽ പോലും അപ്പൊ നോൺ വെജ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ മുട്ടയെ കൊണ്ടുവന്നാൽ മുട്ട കൊണ്ടും ബിരിയാണി തയ്യാറാക്കാം. അപ്പൊ ചില കടകളിലൊക്കെ കിട്ടാറുണ്ട് എഗ് ബിരിയാണി. അപ്പൊ മെനു കാർഡിലുണ്ടാകും എഗ് ബിരിയാണി. പക്ഷെ എഗ് ബിരിയാണിക്ക് പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കുറച്ച് സ്വാദ് കൊടുത്തുകൊണ്ട് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്ന അതേ രുചിയോടുകൂടി തന്നെ നമുക്ക് എഗ് ബിരിയാണി തയ്യാറാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്നിവിടെ എഗ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ഇനം ബിരിയാണി അരി 2 കപ്പ്, മുട്ട പുഴുങ്ങിയത് 10 എണ്ണം. ഇനി ചതയ്ക്കാൻ വേണ്ട ചേരുവകൾ: ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം, വെളുത്തുള്ളി 12 അല്ലി, പച്ചമുളക് 6 എണ്ണം, ചെറിയ ഉള്ളി 10 എണ്ണം. ഇനി മറ്റു ചേരുവകൾ: സവാള 2 വലുത് ഘനം കുറഞ്ഞ കഷ്ണങ്ങളായി മുറിച്ചത്, സാജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 1/2 കപ്പ്, എണ്ണ 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തത്, തൈര് 1/4 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, പുതിനയില 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 5 കപ്പ്, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, കിസ്മിസ് 25 ഗ്രാം. അപ്പൊ നമ്മളുടെ എഗ് ബിരിയാണി, മുട്ട ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. അപ്പൊ മുട്ട ബിരിയാണി നല്ല എന്താ പറയാ, സാധാരണ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒട്ടും എരിവൊന്നുമില്ല, വളരെ ബ്ലാൻഡ് ആണ്, ഇറച്ചിയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ ഒരു സ്വാദം, ഒരു മുട്ടയുടെ സ്വാദൊക്കെ അങ്ങനെ ചോറിൽ വരുമോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മളതൊരു സ്പൈസി മുട്ട ബിരിയാണിയാക്കി മാറ്റാൻ പോവാണ്. നല്ല എരിവൊക്കെ ഉള്ളൊരു നല്ല സ്വാദും മസാലയുടെയൊക്കെ നല്ല രുചിയുള്ളൊരു ബിരിയാണി. അതിനാദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചതച്ച് വയ്ക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നും അല്ലാതെ സാധാരണ കാര്യങ്ങളാണ്. അതായത് ഒരു 10 ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി, കൊച്ചുള്ളി ഒരു 10 എണ്ണം, അതിലേക്ക് മുളക്, പച്ചമുളക് 1 2 3 4 5 6, ഒരു 6 ഈ സൈസിൽ, അതായത് ഒരു ഇടത്തരം സൈസിലെ പച്ചമുളകാണെങ്കിൽ 6 എണ്ണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇഞ്ചി, ഒരു വലിയ ചതുര കഷ്ണം ഇഞ്ചി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ഇച്ചിരി ചെറിയ ചതുരമല്ലേ, അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ 2 പീസും ഒരു എക്സ്ട്രാ വേണമെങ്കിൽ ഒരു ചെറിയ പീസും കൂടി വെക്കാം. ഇത്രയും കൂടി വന്നാൽ മാത്രമേ ഒരു വലിയ ചതുര പീസായിട്ട് മാറുള്ളൂ. അപ്പൊ ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതലിരിക്കട്ടെ. പിന്നെ വെളുത്തുള്ളി, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി. അതാണെങ്കിൽ നമ്മളിപ്പോ ചൈന വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 12 അല്ലി വെളുത്തുള്ളി എന്ന് പറയാം. ഇതിപ്പോ വെളുത്തുള്ളിയെ നമ്മൾ ഇളക്കി എടുത്തിരിക്കുകയാണ്. അതിന്റെ തൊലിയൊക്കെ മാറ്റി. നമുക്കിപ്പോ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊലിയൊന്നും മാറ്റാനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. തൊലിയോടുകൂടി തന്നെ വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചതച്ചാലും മതി. അപ്പൊ ഒരു ഉണ്ട വെളുത്തുള്ളി. ഈ 4 കാര്യങ്ങൾ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ മിക്സിയുടെ ചെറിയ ബൗൾ ഉപയോഗിക്കാം ചതയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അരകല്ലിലാണെങ്കിൽ ഏറ്റവും നല്ലത്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചതച്ച മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ചെറിയ ഉള്ളി 10, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെന്താ വെളുത്തുള്ളി, നമ്മൾ ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്. നന്നായിട്ട് ചതയ്ക്കണം. അരയണ്ട, പക്ഷെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണ്ട, പക്ഷെ ചതച്ച് എടുക്കണം. ഇനി നമുക്ക് ഒരു ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അടുപ്പ് കത്തിക്കാം. ഇനി കുറച്ച് വഴറ്റൽ പരിപാടിയാണ്. മസാലയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറണം. പിന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അത്തരം കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് നെയ്യ്, ഇതിപ്പം കംപ്ലീറ്റ് നെയ്യിൽ വേണമെങ്കിലും ചെയ്യാം, മുഴുവനായിട്ടും നെയ്യിൽ തന്നെ വഴറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ചെലവ് ചുരുക്കി ചെയ്യുമല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യുമായിട്ട് സമം. അപ്പൊ ഒരു 1/4 കപ്പ് നെയ്യും 1/2 കപ്പ് നെയ്യാണ് ഞാൻ ഇതിന് ടോട്ടലായിട്ട് എല്ലാം കൂടി ചേർത്ത് 1/2 കപ്പ് നെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് നെയ്യും, അതിന്റെ കൂടെ കുറച്ച് റിഫൈൻഡ് ഓയിൽ, അതായത് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ വേണമെന്നില്ല, റിഫൈൻഡ് ഓയിൽ ഒരു 1/4 കപ്പ്.
അപ്പോൾ രണ്ടും സമം സമം. 1/4 കപ്പ് നെയ്യ്, 1/4 കപ്പ് എണ്ണ. ഇതൊന്ന് നന്നായിട്ട് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു താളിക്കൽ നടത്തും. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. എണ്ണ, നെയ്യ് രണ്ടും കൂടി ചേർന്ന് ഒഴിച്ചിരിക്കുന്നത് ചൂടായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ഏതാണ്ട് ഒരു 3/4 ടീസ്പൂൺ, 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം സാജീരകം. സാജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകമാണ്. ഇതൊരു ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു തരം ജീരകമാണ്. നല്ല ഫ്ലേവറാണ്, നല്ല മണമാണ്. അത് 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം, അതിന്റെ മണം ഇഷ്ടമുള്ള ആൾക്കാർ. ഇത് ഇംഗ്ലീഷിൽ കാരവേ സീഡ്സ് എന്ന് പറയും. സാജീരകം ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു, നല്ല മണം. അപ്പോൾ ശരിക്കൊരു മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങി. സാജീരകത്തിന് ഒരു ചെറിയ മധുരമുള്ളൊരു ജീരകമാണ്. അപ്പോൾ എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങുന്നു. ഇനി നമ്മളിതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, സവാള നമ്മൾ ഹാഫ് സ്ലൈസസ് എന്ന് പറഞ്ഞാൽ 2ആയിട്ട് മുറിച്ചിട്ട് വീണ്ടും അത് നെടുകെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിക്കുക, നീളത്തിനുള്ള പീസസ്. അപ്പോൾ ഏറ്റവും നീളമുള്ള പീസായിരിക്കില്ല, പകുതി ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. സവാള 2 വലുത്. ഇതിന്റെ നിറം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റണം. അപ്പോൾ ഈ സ്റ്റേജിൽ ഒരു അല്പം ഉപ്പും കൂടി ചേർക്കാം, കാര്യം പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടാനായിട്ട്. പെട്ടെന്ന് നിറം മാറി വരണ്ടേ, അപ്പോൾ ഇച്ചിരി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. അപ്പം നിറം ഒന്ന് മാറട്ടെ, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അപ്പോൾ സാജീരകം അതിനകത്ത് മൂത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും സവാളയും എല്ലാം കൂടി ആ നെയ്യ്, എണ്ണ 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ചെറുതായി മാറി തുടങ്ങി, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നു. ഇനി നമ്മളിതിലേക്ക് ചതച്ച മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി നന്നായി ചതയ്ക്കണം. പേസ്റ്റ് ആകണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നന്നായി ചതയണം. ഇനി ഈ ചതച്ച മസാലയുടെയും പച്ചച്ചുവയൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും. ഇപ്പൊ ചതച്ച മസാലയും പാകത്തിന് മൂത്ത് കഴിഞ്ഞു, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഓരോ കാര്യങ്ങളായിട്ട് ചേർക്കാം. ഇനി പൊടി ഐറ്റംസ് ആണ് ചേർക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് മുളക് പൊടി. ഇത് സ്പൈസി, നല്ല എരിവായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി. 1 ടീസ്പൂണിലും ചെയ്യാം. അത് ഓരോരുത്തർക്ക് എരിവ് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. തീ ഒരൽപ്പം കുറയ്ക്കാം. നല്ല ചൂടായി കിടക്കുകയാണ്, അതുകൊണ്ട് മസാല എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവും. പൊടികൾ മൂത്ത് കഴിഞ്ഞു, നന്നായിട്ട് ചുമയ്ക്കാൻ തോന്നുന്നു, അതാണ് ആ മൂത്തു എന്നുള്ളതിന്റെ സൂചന. ഇനി കുറച്ച് പെരിഞ്ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ ഗരം മസാല പൊടിച്ചത് ഒരു 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. എല്ലാം കൂടി ഒരു മസാല എല്ലാം മണം. ഇനി ഇതിലേക്ക് നമ്മൾ തൈര്, അധികം പുളി വേണമെന്നില്ല, കുറച്ച് നമ്മൾ വീട്ടിൽ ഒഴിക്കുന്ന തൈര് ഒരു 1/4 കപ്പ്. നല്ല പുളിച്ച തൈരാണെങ്കിൽ 1/4 കപ്പിൽ കൂടുതൽ ഒഴിക്കരുത്. അധികം പുളിയില്ലെങ്കിൽ 1/4 കപ്പും ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല. അപ്പൊ തൈരെല്ലാം നന്നായിട്ട് ഇതിന്റെ കൂടെ യോജിച്ച് വറ്റി എണ്ണ തെളിയണം. എല്ലാം പെട്ടെന്ന് തന്നെ ആകും. ആ ഒരു ഓർഡറിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നമ്മളൊരൽപ്പം മല്ലിയില കുറച്ചിടാം, 2-3 ടേബിൾ സ്പൂൺ. പിന്നെ ഒരൽപ്പം പുതിനയില, ഇത് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചത്. കാഷ്യൂ പേസ്റ്റ് ഇച്ചിരി വെള്ളം ചേർത്ത് കലക്കിയെടുക്കും, അതും കൂടി ചേർക്കാം. എല്ലാ കാര്യങ്ങളും ഏകദേശം ചേർത്ത് കഴിഞ്ഞു. അപ്പൊ കാഷ്യൂ പേസ്റ്റും ചേർത്ത് കഴിഞ്ഞു. ഞാൻ തീ ഒരൽപ്പം കുറച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ 10 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും
ഒരു 4 എണ്ണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിക്കാം. ഇതിനെ പൊടിച്ചിടും. അപ്പോൾ മഞ്ഞയും വെള്ളയും എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് പൊടിക്കാം. ഒരു 4 മുട്ടയാണ് നമ്മളങ്ങനെ പൊടിക്കുന്നത്. ഇപ്പോൾ 10 മുട്ടയുണ്ട് ടോട്ടൽ. അതിൽ 4 എണ്ണത്തിനെ നമ്മൾ പൊടിയാക്കും. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്ത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും 4 മുട്ടയുടെ അത് നമ്മൾ ഈ മസാലയെല്ലാം മിക്സ് ആയിരിക്കുന്ന നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിൽ കാഷ്യൂ പേസ്റ്റും ചേർത്ത് വഴറ്റി വെച്ചിരിക്കുവാണ്. ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ മുഴുവനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ബാക്കി 6 മുട്ട ബാക്കിയുണ്ട്. അത് അങ്ങനെ തന്നെ മുഴുവനായിട്ട് ചേർക്കും. വീണ്ടും തീ കൂട്ടി കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർന്നൊരു മസാല മിക്സായി. പൊടിഞ്ഞ മുട്ടയും പൊടിയാത്ത മുട്ടയും. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ട്, പക്ഷെ അത് പോരാ നമുക്ക്. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചേർക്കാൻ പോകുന്നത്? അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകണം. ഇത് 5 കപ്പ് വെള്ളം അളന്ന് വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ 5 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരും. എന്തായാലും അതും കൂടി ചേർക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞു. നമ്മൾ ഇനിയും വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, കുഴപ്പമില്ല. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നല്ല തിള വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് അരി ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബിരിയാണിയുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിള വരട്ടെ, അതുവരെ വയ്ക്കും. അപ്പോൾ നന്നായിട്ട് ഗ്രേവി തിളച്ച് കഴിഞ്ഞു. ഇനി അടപ്പ് മാറ്റിയിട്ട് കണ്ടല്ലോ, പുഴുങ്ങിയ മുട്ടയും പൊടിഞ്ഞ മുട്ടയും എല്ലാം അതിനകത്തുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന 2 കപ്പ് ബിരിയാണി അരി, നല്ല ഇനം നല്ല മണമുള്ള ബിരിയാണി അരി 2 കപ്പാണ്. നന്നായിട്ട് കഴുകി വാലാൻ വെക്കണം, ഊറ്റിയെടുക്കണം. ഇനി നമ്മൾ വീണ്ടും പാത്രം ഒന്ന് അടച്ചിടാം. ഇനി നന്നായിട്ട് ഒരു തിളയും കൂടി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു ഇടത്തരം തീയിലേക്ക് മാറ്റാം. ഇടത്തരം തീ അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറിയ തീ ആണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ട് ചോറ് വേകണം. ഏകദേശം വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പകുതി വേകാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഏതാണ്ട് വറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ അടപ്പ് തുറന്ന് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി റെഡിയാകും. അപ്പോൾ ഒരു വെയിറ്റിംഗ് ടൈം അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ചോറെല്ലാം പാകത്തിന് വെന്തു, വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. എല്ലാം റെഡിയാണ്. ഇനി ഒരു അല്പം ഈർപ്പം ഉണ്ടാകും. ആ ഈർപ്പം മാറുന്നതിന് നമ്മൾ അല്പം നേരം ചെറിയ തീയിൽ അടപ്പ് മാറ്റി ഇങ്ങനെ അടുപ്പിൽ തന്നെ ഇട്ടേക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിന്റെ ഈർപ്പം എല്ലാം പോകും. പിന്നെ ഒരല്പം തണുത്ത് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടാം. കുഴഞ്ഞതുപോലെ തോന്നൊക്കെ മാറും. ഇനി ഇപ്പുറത്തെ അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമ്മളിതിലേക്ക് ബാക്കിയിരിക്കുന്ന 1/4 കപ്പ് നെയ്യ്. അപ്പോൾ 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് എണ്ണയും കൂടി ചേർത്താണ് മസാല എല്ലാം തയ്യാറാക്കിയത്. ഇനി ഒരു 1/4 കപ്പ് നെയ്യുണ്ട്. മുഴുവനും വേണമെന്നില്ല, 1-2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂണിലും വറുക്കാം വേണമെങ്കിൽ. അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച്, അപ്പോൾ നെയ്യ് ചൂടാകട്ടെ. ആ സമയം കൊണ്ട് അവസാന മിനുക്ക് പണികൾ ചെയ്യാൻ നമ്മളുടെ എഗ് ബിരിയാണിയിൽ കുറച്ചുകൂടിയൊക്കെ മല്ലിയില ചേർക്കാം. ധാരാളം മല്ലിയില ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി അത് വീണ്ടും ചേർക്കാം. കുറച്ചുകൂടി പുതിന ഇല വേണമെങ്കിലും ചേർക്കാം. ഫ്രഷ് ആയിട്ട് ഞാൻ ഇളക്കി നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, മിക്സായി കഴിഞ്ഞു. ഇനി ഇത് ഇരുന്നൊന്ന് ഡ്രൈ ആകും. ഒരുവിധം തണുത്ത് കഴിയുമ്പോൾ നല്ല ഇളകി വരുന്ന രീതിയാകും. ഇനി നമ്മളുടെ ഈ ജോലി മാത്രമേ ഉള്ളൂ. നെയ്യ് നന്നായിട്ട് ചൂടായി തുടങ്ങി. ഇനി അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, കിസ്മിസ് 25 ഗ്രാം. ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പിന്റെ നിറം ചെറുതായി മാറി തുടങ്ങുമ്പോൾ കിസ്മിസ് ചേർത്ത് തുടങ്ങണം. കാര്യം കിസ്മിസ് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അതിങ്ങനെ ബൾബ് പോലെ ആകും. അത് കഴിഞ്ഞിട്ട് പാകത്തിന് നോക്കാം. കിസ്മിസും ചേർക്കാം. സ്വല്പം തീ കുറച്ച് കൊടുക്കാം.
നല്ല ചൂടായി കഴിഞ്ഞു നെയ്യ്. കിസ്മിസ് ഇങ്ങനെ ബബിൾസ് ആയി തുടങ്ങി നല്ല നല്ല ഉണ്ട പീസസ് ആയി മാറി. പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അലങ്കാരത്തിനായിട്ട് ഒരല്പം മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും അല്പം. ബാക്കി നമ്മൾക്ക് ഈ നെയ്യോടുകൂടി തന്നെ നമ്മളുടെ ബിരിയാണിയിലേക്ക് ചേർക്കാം. എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്ന സമയം ഒന്ന് ഇളക്കിയിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഒരല്പ സമയം ഇങ്ങനെ തന്നെ വെച്ചേക്കാം. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് തുറന്ന് വെച്ചേക്കാം. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ നമ്മളുടെ ബിരിയാണി, മുട്ട ബിരിയാണി ഏതാണ്ട് റെഡിയായി. തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അല്പം ഒന്ന് ആ ഒരു എന്താ പറയുക ഭയങ്കരമായ ചൂട് മാറി കിട്ടാനായിട്ട്. വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ ഇതൊരു മുട്ട ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഏതാണ്ട് റൈസ് എല്ലാം വിളമ്പി കഴിഞ്ഞു പ്ലേറ്റിലേക്ക്. ഇനി നമ്മുടെ മുട്ട അതിനകത്ത് കിടന്ന് നന്നായിട്ട് മസാലയെല്ലാം അതിലൊക്കെ മിക്സായി അത് ഏറ്റവും മുകളിലായിട്ട് നമ്മൾക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. ബാക്കി മുട്ടയെല്ലാം അതിനകത്തേക്ക് പൊടിച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 6 മുട്ട അല്ലാണ്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണിയിൽ മുട്ട തന്നെ ഒരു അലങ്കാരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിരുന്നു അണ്ടിപ്പരിപ്പും കിസ്മിസും. കുറച്ചൊക്കെ റൈസിൽ മിക്സ് ചെയ്ത് ബാക്കി അലങ്കാരത്തിന് മാറ്റി വെച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അവിടെ ആയിട്ട് ഇത് ബിരിയാണി കുറച്ചുകൂടെ റിച്ച് ലുക്ക് വരും. ഇതൊരു വിശേഷ അവസരത്തിലെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ വളരെ രസകരമാണ്. തീന്മേശപ്പുറത്ത് വിളമ്പാൻ. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയ അലങ്കാരം, വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ഒരു പീസ് പുതിനയില. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടൊരു ചെറിയൊരു പച്ച, ഈ മഞ്ഞയുടെ ഇടയിലൊരു പച്ച, ഒരു കോൺട്രാസ്റ്റ്. അത് ഇങ്ങനെ ഒരു വേറിട്ട കാഴ്ചയായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും സിംബോളിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ മുഴുവനായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള ചേരുവകൾ തന്നെയാണ് എല്ലാം. മുട്ടയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മുട്ട ബിരിയാണി. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ തന്നെ നമ്മളുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കണ്ടാലും അതിമനോഹരം, ഭയങ്കര എക്സോട്ടിക് ആയിട്ട്. ഇതൊരു ചിക്കൻ ബിരിയാണി പോലെ തന്നെ ഇരിക്കും കേട്ടോ കഴിച്ചു നോക്കിയാൽ. പക്ഷേ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾക്കൊരു ബിരിയാണി കഴിക്കണം തോന്നുമ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇനി അതിഥികൾ വീട്ടിലേക്ക് വന്നാലും അവർക്ക് വേണ്ടിയും തയ്യാറാക്കി കൊടുക്കാം, ഒരുപാട് പൈസ ചിലവൊന്നും ഇല്ലാതെ. ഇതെനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ നെയ്യുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെന്താ, ഇതിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാം. കാഷ്യൂ പേസ്റ്റ് വേണ്ടാന്ന് വെക്കാം. അത്തരം അങ്ങനെ കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് ബാക്കി ചെയ്താൽ ഒരു 100 രൂപ ബഡ്ജറ്റിൽ വേണമെങ്കിലും നമുക്കൊരു ഇതൊരു 4 മുതൽ 5 പേർക്ക് വരെ കഴിക്കാവുന്ന ബിരിയാണിയാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച മുട്ട ബിരിയാണി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആമിലൂടെ കാണാം.